ഈ 27-ാം തീയതിയായിരുന്നു കേട്ടോ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 3 ദിവസം അവധി ഉണ്ടായിരുന്നേ. അപ്പോൾ തലേദിവസം എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതേ പോയത് ഇല്ലിക്കൽ കല്ലിലേക്കാണേ. കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം ദാ എത്തിയ പാട് രാവിലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷേ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു വണ്ടിക്കകത്ത്. കാര്യം ഉറക്കം വരുമ്പോൾ നമ്മൾ ഉറങ്ങണമല്ലോ, അല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ വണ്ടിക്കകത്തൊക്കെ കിടന്നുറങ്ങി ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് ഇല്ലിക്കൽ കല്ല് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വിശാലമായ പാർക്കിങ്, ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ ജീപ്പുണ്ടേ, ജീപ്പ് പിടിച്ചിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. 1.5 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ, പക്ഷേ കയറ്റമാണ്. ജീപ്പ് പിടിച്ചത് ആ മുകളിലെത്തി, നിറച്ച് കോടയാണ്. നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കോട നിറഞ്ഞതുകൊണ്ടേ. അപ്പോൾ ഇത് തെളിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. സ്വർഗത്തിലേക്കുള്ള വഴിയൊക്കെ മേലോട്ടുണ്ട്, പക്ഷേ എല്ലാം കോട നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും തുടങ്ങിയേ. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഇത് എന്താണെന്ന് അറിയാനും പറ്റുന്നില്ലല്ലോ, കാണാനും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കോട അങ്ങ് മാറിയത് കേട്ടോ. കോട അങ്ങ് മാറി അങ്ങ് തെളിഞ്ഞേ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞത് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റിയത്, ഇല്ലിക്കൽ കല്ലൊക്കെ കാണാൻ പറ്റിയത്. ദേ കണ്ടോ, ഇതാണ് ഇല്ലിക്കൽ കല്ല്. അപ്പോൾ ഇത് പ്രത്യേകം, അതായത് നിങ്ങൾക്കൊരു പ്രത്യേക രസമാണ് കേട്ടോ. ഇവിടെ വരുമ്പം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല വെയിലും വന്നു, മഴയും വന്നു, ഒക്കെ വന്നു. പ്രത്യേക ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ ട്രക്ക് ചെയ്ത് കയറുന്നുണ്ട്. പിന്നെ ഇതാ ഇത് മുകളിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് നമുക്ക് കയറാം. പക്ഷേ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. എന്നാലും നമ്മൾ ഇടിച്ച് പിടിച്ച് കയറി കേട്ടോ, കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറി. അപ്പോഴും കോടയായിരുന്നു, ഇടയ്ക്ക് കോട വരും, മാറും, അങ്ങനെ എന്തായാലും താഴെ ഇറങ്ങി നിന്നപ്പോഴും നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ സമയമൊക്കെ ചിലവഴിച്ച് നേരെ താഴേക്ക് വന്നു. നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് അടുത്ത് പോയത്. അവിടെയും ഇതുപോലെ ജീപ്പിലാണ് പോവേണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ചു വേണ്ട, അതിന് സമയമൊന്നുമില്ല, നമ്മളിവിടെ കണ്ടത് തന്നെയാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇടുക്കിയിലെത്തിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഇടുക്കിയിലെ നോൺ വെജ് ഫുഡുകളൊക്കെ പ്രത്യേക ടേസ്റ്റ് ആട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടുന്ന് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്, പക്ഷേ അവിടെ പ്രോൺസ് ബിരിയാണി ഉണ്ടായിരുന്നു, കൂന്തൽ ബിരിയാണി ഉണ്ടായിരുന്നു. സത്യം അവിടുത്തെ ഒരു പ്രാവശ്യം നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചായിരുന്നേ കഴിഞ്ഞ ക്രിസ്മസിന്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ അല്ലേ അടുത്ത ദിവസം. അപ്പം വരുന്ന വഴിക്ക് ട്രിവാൻഡ്രത്ത് എത്തിയ ശേഷം വരുന്ന വഴിക്ക് ഒരു കേക്കിൻ്റെ ഷോപ്പിൽ കയറി കേക്കും മേടിച്ച് ഒരു തൊപ്പിയൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കുഞ്ഞുവിന് കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. ഒരു ചെറിയ രീതിയിൽ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ നടത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഡ്രസ്സൊക്കെ എന്തായാലും സ്കൂളിൽ ഇടാൻ പറ്റില്ല, അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. പിന്നെ കുഞ്ഞൊരു പേഴ്സ്, പിന്നെ ഒരു പിഗി ബാഗ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ എല്ലാം, അതായത് നമ്മൾ സീസൺ 2 ബിഗ് ബോസിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ് പത്മചേച്ചി. എൻ്റെ ബർത്ത്ഡേ, ഷെബീസിൻ്റെ ബർത്ത്ഡേ, കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേ, നമ്മുടെ ആനിവേഴ്സറി എല്ലാം ഓർത്ത് വെച്ച് ഗിഫ്റ്റ് അയച്ചു തരും കേട്ടോ. അപ്പോൾ പത്മചേച്ചി അയച്ചു തന്നതാണ് ഈ ഒരു കളർ ബുക്കും ഈ ഒരു ക്രയോൺസും കേട്ടോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ അവസാനിച്ചു. ബൈ.